നമസ്കാരം. ലോകത്തെ ഏറ്റവും അപകടകരമായ പ്രത്യയശാസ്ത്രമായി വളരുന്ന മുസ്ലിം ബ്രദർഹുഡിന് അറബ് ലോകത്ത് കടുത്ത നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിരുന്നു. UAEയും സൗദി അറേബ്യയുമെല്ലാം ഈ പ്രത്യയശാസ്ത്രത്തിന് തടയിടുന്നുണ്ട്. ഇതിനിടെ മുസ്ലിം ബ്രദർഹുഡിനെ നിരോധിച്ചുകൊണ്ട് മറ്റൊരു രാജ്യം കൂടി രംഗത്ത് വന്നു. മുസ്ലിം ബ്രദർഹുഡിനെ നിരോധിച്ചത് ജോർദാനാണ്. മുസ്ലിം ബ്രദർഹുഡിനെ നിരോധിക്കുകയാണെന്നും സംഘടനയുടെ പ്രത്യയശാസ്ത്രം പ്രചരിപ്പിക്കുന്നത് നിയമവിരുദ്ധമാണെന്നും ജോർദാൻ ആഭ്യന്തരമന്ത്രി മസിൻ അബ്ദുള്ള ഹിലാൽ അൽ ഫറായെ അറിയിച്ചു. മുസ്ലിം ബ്രദർഹുഡിന്റെ പ്രവർത്തനങ്ങളും സംഘടനയുടെ സ്വഭാവവും നിയമവിരുദ്ധമാണെന്ന് മനസ്സിലാക്കുന്നുവെന്നും മസിൻ അബ്ദുള്ള പറഞ്ഞു. മുസ്ലിം ബ്രദർഹുഡിന്റെ ഓഫീസുകൾ അടച്ചുപൂട്ടണമെന്ന് നിർദ്ദേശം നൽകിയ ആഭ്യന്തരമന്ത്രി സംഘടനയുടെ സ്വത്തുക്കൾ കണ്ടുകെട്ടാനും ഉത്തരവിട്ടു. ബ്രദർഹുഡുമായി ബന്ധം പുലർത്തുന്നത് ക്രിമിനൽ കുറ്റമാണെന്നും സംഘടനയ്ക്ക് രാജ്യത്ത് പൂർണ്ണമായ നിരോധനമാണ് ഏർപ്പെടുത്തിയിരിക്കുന്നതെന്നും മസിൻ അബ്ദുള്ള വ്യക്തമാക്കി. ബ്രദർഹുഡുമായി ബന്ധപ്പെട്ട വ്യക്തികൾക്കും സ്ഥാപനങ്ങൾക്കുമെതിരെ കർശന നടപടി സ്വീകരിക്കുമെന്നും അദ്ദേഹം അറിയിച്ചു. ഇതിനു പുറമെ മുസ്ലിം ബ്രദർഹുഡിന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന മാധ്യമങ്ങൾ, സ്ഥാപനങ്ങൾ, സിവിൽ സൊസൈറ്റി സംഘടനകൾ, സോഷ്യൽ മീഡിയ അക്കൗണ്ടുകൾ എന്നിവയ്ക്കും ജോർദാൻ വിലക്ക് ഏർപ്പെടുത്തി. 1928 ഈജിപ്തിലെ കെയ്റോയിൽ സ്ഥാപിതമായ സംഘടനയാണ് മുസ്ലിം ബ്രദർഹുഡ്. ഹസനുൽ ബന്ന എന്ന നേതാവാണ് ബ്രദർഹുഡ് സ്ഥാപിച്ചത്. എന്നാൽ ഈജിപ്ത്, സൗദി അറേബ്യ, ബഹ്റൈൻ, UAE എന്നീ രാജ്യങ്ങൾ മുസ്ലിം ബ്രദർഹുഡിനെ നിരോധിച്ചിട്ടുണ്ട്. കഴിഞ്ഞ കുറച്ചു കാലങ്ങളായി ജോർദാനിലെ താഴ്വരകൾ കേന്ദ്രീകരിച്ചാണ് മുസ്ലിം ബ്രദർഹുഡ് പ്രവർത്തിക്കുന്നത്. 2025 ഏപ്രിൽ 15 മുസ്ലിം ബ്രദർഹുഡിലെ 16 അംഗങ്ങളെ ജോർദാൻ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു. റോക്കറ്റുകളും ഡ്രോണുകളും ഉപയോഗിച്ച് ആക്രമണം നടത്താൻ പദ്ധതിയിട്ടുമെന്ന് ചൂണ്ടിക്കാട്ടിയായിരുന്നു അറസ്റ്റ്. ജോർദാന്റെ പ്രാന്തപ്രദേശങ്ങളിൽ മുസ്ലിം ബ്രദർഹുഡ് ആയുധങ്ങൾ ഒളിപ്പിച്ചിട്ടുണ്ടെന്നും ആഭ്യന്തരമായും പുറത്തും സംഘടന റിക്രൂട്ട്മെന്റ് നടത്തുന്നുണ്ടെന്നും മസിൻ അബ്ദുള്ള നേരത്തെ പ്രതികരിച്ചിരുന്നു. കഴിഞ്ഞ സെപ്റ്റംബറിൽ ജോർദാനിലെ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ മുസ്ലിം ബ്രദർഹുഡിന്റെ രാഷ്ട്രീയ വിഭാഗമായ ഇസ്ലാമിക് ആക്ഷൻ ഫ്രണ്ടിന് വലിയ തോതിൽ വോട്ടുകൾ കിട്ടിയിരുന്നു. ബ്രദർഹുഡിന്റെ ഫലസ്തീൻ അനുകൂല നിലപാടായിരുന്നു ഇതിന് കാരണമായത്. എന്നാൽ ഏപ്രിലിൽ നടന്ന ഗൂഢാലോചനയിൽ പങ്കുണ്ടെന്ന് കാണിച്ച് 3 IAF അംഗങ്ങളെ ജോർദാൻ സസ്പെൻഡ് ചെയ്തിരുന്നു. കൂടാതെ 2020 ജൂലൈയിൽ ജോർദാനിലെ കോടതി ഓഫ് കാസേഷൻ പുറപ്പെടുവിച്ച വിധിയിൽ മുസ്ലിം ബ്രദർഹുഡ് പിരിച്ചുവിടണമെന്ന് ഉത്തരവിട്ടിരുന്നു.